നല്ല പഴുത്ത ഏത്തപ്പഴം കൊണ്ടുള്ള നല്ല ഒരു കുറുക്ക് കാളനാണ് ഞാൻ ഇന്നുണ്ടാക്കിയേക്കുന്നത്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന തന്നെയുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 4 പഴം എടുക്കുക. ഇതേപോലെ ഓവർ പഴുത്തതും ആകരുത്, എന്നാൽ നന്നായിട്ട് പഴുക്കുകയും ചെയ്യണം. എന്നിട്ട് നമുക്കതൊന്ന് മുറിച്ചെടുക്കാം. എന്ന് വെച്ചാൽ ഒരു 1 ഇഞ്ച് കനത്തിലുള്ള ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് മുറിച്ച് മാറ്റാം. അങ്ങനെ നമ്മുടെ 4 പഴവും നമ്മൾ ഇതേപോലെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതൊരു കടായിലോട്ട് ആദ്യം ഇടുക. ഇതൊരിക്കലും കുക്കറിലൊന്നും വേവിക്കരുത്, അപ്പോൾ പിന്നെ എല്ലാം വെന്തുടഞ്ഞങ്ങ് പോകും. എന്നിട്ട് നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ്, എന്നിട്ടൊരു 3 ടീസ്പൂൺ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആദ്യമേ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്ന് വെച്ചാൽ ഒരു 1/4 കപ്പ് വെള്ളം ഇത് മതിയാവും. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് വെച്ച് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും മൂടി നമുക്കൊരു 2 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഒരു അരമുറി തേങ്ങയും ഒരു 4 പച്ചമുളകും കൂടെ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് 1 ടീസ്പൂൺ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഒരു 1.5 കപ്പ് നല്ല തൈര്, വീട്ടിൽ തന്നെ ഉറച്ച നല്ല കട്ട തൈരാണ് എടുത്തേക്കുന്നത്. നമ്മുടെ പഴം നന്നായിട്ട് വെന്ത് അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യമേ നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മൾ അതേ മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ആ തൈരും കൂടി ഇട്ടേച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ചുകൂടി വെള്ളം നമ്മൾ ആ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് കുലുക്കി അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് തിളയ്ക്കാൻ പാടില്ല. ശരിക്കും ഒരു ചെറിയ തിള വരുന്ന ഒരു പാകം ഉണ്ടല്ലോ, ഒരു പതഞ്ഞു പോകുന്ന പാകം, ആ സമയമാകുമ്പോഴത്തേക്കും നമ്മളിത് ഓഫ് ചെയ്യണം. ഈ സമയം ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാവുന്നതാണ്. ഇനി മധുരം നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ നമുക്ക് മധുരമൊക്കെ ചേർക്കാവുന്നതാണ്. പക്ഷേ ഇത് നല്ല പഴുത്ത നല്ല മധുരമുള്ള നാടൻ കായ ആയതുകൊണ്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്, ഇതിനാവശ്യമില്ല. ഇനി നമുക്ക് കടുക് വറുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചാണ് ചേർത്തേക്കുന്നത്. ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കടുക് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആ കുറച്ച് ഉലുവ പൊടി ചേർത്തിട്ടില്ലേ, അതൊരിക്കലും മറക്കരുത്. അതുണ്ടെങ്കിലേ ഈ കാളൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അങ്ങനെ നമ്മുടെ കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ട് എഴുതി അറിയിക്കണം.